അതെ ഞങ്ങൾ ഓർഡർ ചെയ്ത അപ്പൊ തന്നെ ഗൈസ്, ഇപ്പം ഞങ്ങൾ ബോംബെയിലെത്തി. ദിസ് ഈസ് ബോംബെ. ഫുഡ് കഴിക്കണതിനെ പറ്റിയിട്ട് പറഞ്ഞത് ഫുഡ് കഴിക്കാൻ ഇപ്പൊ തരൂല പറഞ്ഞാണ് തെറ്റിയിരിക്കുന്നത്. മക്കളെ പോലെ സോറി പറഞ്ഞാളെ എന്താ വെച്ചാ കളിക്കാൻ പോവാ. സ്പീഡിൽ കഷ്ടറിയില്ല. ഞാൻ കാണിച്ചാൽ സ്പീഡ് കഷ്ടം. ഓരോരുത്തർക്ക് 10 എണ്ണം വെച്ചിട്ട് അങ്ങനെ ഇട്ടോ. ദാരിദ്ര്യം, ദുരന്തം ആൾക്കാർക്ക് യൂന കണ്ടാ തിരിച്ചറിയില്ല. പറയാണ് ഇത് കഷ്കണം കണ്ടുകഴിഞ്ഞാല് വിചാരിക്കും ചീട്ടാണ്. ഇതൊക്കെ നിർത്തട്ടെ. അടിയാണ് ഗൈസ്. ഓളാ ഓന്റെ ഓളോട് പറയും കുട്ടിയെ ഇങ്ങനെ ഉണ്ടല്ലോ കുറച്ച് കൊടുക്കുക, എന്നാലാണ് മിക്സ് ആയി കിട്ടുള്ളൂ. ദാരിദ്ര്യം എന്താ നോട്ടെ. ഗായ്സ്, വടാപ്പാവിന് വേണ്ടിട്ട് ഓടുകയാണ്. ട്രെയിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കുകയും ചെയ്യും. ദിസ് ഈസ് വടാപ്പാവ്. ഷാറൂഖ് ഖാന്റെ ട്രെയിനിൽ ഓടിയ പോലെ ഓടേണ്ടി വരും മിക്കവാറും. ട്രെയിൻ ഇപ്പൊ എടുക്കുകയും ചെയ്യും. ട്രെയിൻ എടുക്കും. സാധനം आपका कितना? अच्छा 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 बढ़ते बहुत बढ़ते हाँ दमा बढ़ते टोटल 6 प्लेट के 6 हाँ 6 प्लेट हाँ होना है 3 आ गया और इधर इधर तरुന്നില്ല इसको मर्ची आई और कौन है അവരോ ये पकड़े दीजिए हां हां बाद अंदर मड़ी और एक ട്രെയിൻ എടുക്കോ. ട്രെയിനിൽ 2 ആൾക്കാരും കൂടി ഉണ്ട്. ഒരു സീറ്റില് 6 ആൾക്കാരാണ്. അപ്പൊ അവർക്കും കൂടി വാങ്ങണം. ട്രെയിൻ എടുക്കും. അയ്യാ എന്നാ വേണമെങ്കിൽ എന്റെ പോക്കറ്റി വെച്ചോ.
പിടിച്ചോ ഈ സാധനം വാങ്ങാനാണ് ഞങ്ങളിപ്പോ വന്നത്. ട്രെയിൻ എടുക്കും. കിട്ടി കിട്ടി. ട്രെയിൻ കുറച്ച് നേരം കൂടി ഇരിക്കുമോ? നോക്കി നോക്കി നോക്കി. ആ ചേട്ടൻ്റെ അങ്ങനെ അങ്ങനെയുള്ള ഫുഡൊന്നും കഴിക്കാൻ ഇങ്ങനെ വേണം വടാപ്പാവ് കേക്ക്. ഇതിങ്ങനെ പൊളിക്കുക, നടു പൊളിച്ചിട്ട് ഇതിലത്തെ ഈ സാധനം ഇല്ലേ ഇതിനെ ഇതിലേക്ക് അമർത്തിയിട്ട് ഇതിന്റെ പൊക്ക ഇതണ്ട ഇങ്ങനെ ആ ഒരെണ്ണം ഒന്നിൽക്കൊന്ന് ഞാനും കേക്കട്ടെ. ഇതെന്തിനാന്ന് ചെയ്യുന്ന പൈസൽക്ക? സ്ട്രെസ് ഫ്രീ യാത്ര. എന്താ സ്ട്രെസ് ഫ്രീ ഗൈസ്. വന്നിട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട്, ചെക്ക് ചെയ്താ. പാട്ടൊക്കെ വായിച്ചിട്ടുണ്ട്, ഇവിടുന്ന് വരട്ടെ. എനിക്കറിയാം, പാട്ടൊക്കെ അറിയാം. വാവാവ് തന്നെ കംപ്ലീറ്റ് ചെയ്യും. പറഞ്ഞോ പറഞ്ഞോ. സുന്ദരി സരാസുന്ദരി എവിടുന്നാണ് വരുന്നത്? സരാസുന്ദരി പഠിക്കോ? ഞങ്ങക്ക് മുത്താണ് നീ നമുക്ക് മൂളി തീർക്കല്ലേ ചുങ്കാട്ടി വീശ വിരിച്ച് നാടും വഴിമാറിക്കോ വഴിമാറിക്കോ മഹദിയം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും. അറിയില്ല, അല്ല അതിനുള്ള പ്രായമൊക്കെ ആയിന് അല്ല അത് വേണോ? അല്ല നമ്മ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി മാനത്തുദിച്ചേതോ മണിമുളച്ചേതോ ഏതാണീ രാജാത്തി ഏതാണീ രാജാത്തി മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി എല്ലാം കൂടി പെടും. ഓഡിയൻസ് ഉണ്ട് മുളച്ചേതോ ഏതാണീ രാജാത്തി ഏതാണീ രാജാത്തി.
അല്ല നല്ല 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 നിങ്ങൾ വളരാൻ സാധ്യതയുണ്ട് കേട്ടോ. കണ്ടാൽ കൊതി കൊണ്ട് കരള് തോടിക്കുന്ന കലമാൻ വിളിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കൊതി കൊണ്ട് കരള് തോടിക്കുന്ന കലമാൻ വിളിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിച്ചതോ വിൽക്കുവാൻ വച്ചതോ ഏതാണീ രാജാതി അഞ്ചാം ദിവസത്തെ അമ്പിളി പോലുള്ള അനാലയത്തിലെ സ്വർണ്ണ ചഷകത്തിൽ അഞ്ചാം ദിവസത്തെ അമ്പിളി പോലുള്ള അനാലയത്തിലെ സ്വർണ്ണ ചഷകത്തിൽ അതികുറുക്കി വച്ചുള്ള പഞ്ചാമൃതം വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണീ രാജാതി കൂടെ പടി നോക്കി സുലൈമാന്റെ 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 ആഹാ സുലൈമാന്റെ 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 ആ സുലൈമാന്റെ എന്താണ് ഈ സുലൈമാൻ എന്താന്ന് പറഞ്ഞില്ല. സുലൈമാന്റെ ചെവി കാണാ, മൂക്ക് കാണാ, കണ്ണാണ് അല്ല എന്തുണ്ട് ഒരു പാട്ടിരിക്കണ ഒരു പാട്ട് നല്ല ഉറുദു പാട്ട് പാടും. അല്ലൊരു ഒരു പാട്ട് തങ്ങിയിരിക്കുന്നുണ്ട്, ഏതൊരു സ്ഥലത്ത് തങ്ങിയിരിക്കുന്നുണ്ട്, അത് പാടിക്കളി. കവിന്റെ രക്ഷമുണ്ട് നമ്മള് പി ടി കുഞ്ഞുമാന്റെ തീർച്ചയായിട്ടും അത് ഞാൻ പറയാൻ പോയതാണ്. ഏതൊരു ഡയറക്ടർ ലുക്ക് ഉണ്ടോ പാട് പാട് പറയാൻ പറ്റില്ല. ഏതാ വണ്ടി മ്യൂസിക്? ഏതാ വണ്ടി? മ്യൂസിക് വേണോ? അതാ മ്യൂസിക് വേണ്ട. നിന്ന് പാടും ഈ പാട്ട്. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിരിളം പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിരിളം പാമ്പേ എന്തു കണ്ടിട്ടേതു കണ്ടിട്ടാടാടു പാമ്പേ എന്തു കണ്ടിട്ടേതു കണ്ടിട്ടാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിരിളം പാമ്പേ എന്തു കണ്ടിട്ടേതു കണ്ടിട്ടാടാടു പാമ്പേ എന്തു കണ്ടിട്ടേതു കണ്ടിട്ടാടാടു പാമ്പേ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീനാരി പെണ്ണിനെ കണ്ടേ മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കിന മീനാടേ. മമ്മി വൈറലാവുന്നു.
ശ്വാസം കിട്ടാനില്ല. ആ കുഴപ്പമില്ല, ബ്രീത്ത് എക്സസൈസ് ഇവിടെ ഉണ്ട്. ബ്രീത്ത് എക്സസൈസ് അവിടെ ചെയ്യുന്നുണ്ട്. നല്ല പാട്ട്. ഗസൽ ഗസൽ. അല്ല, നിങ്ങളെ അവസരം വന്നിട്ട് നിങ്ങളെ അവസരം സുബ്രേട്ടാ സുബ്രഹ്മണ്യം വിളിച്ചിട്ടുണ്ട്. പാടില്ല സുബ്രഹ്മണ്യം പാടില്ല. ഇയാൾ നല്ല പാട്ടുകാരനെ ഇത് എന്താ എന്ത് പ്രാഗത്യ ശ്വാസം പിടിച്ച് നിങ്ങൾ പാടില്ലേ? അത് പാടി ആ മ്യൂസിക്കിൽ കണ്ടിട്ട് ഇത് കണ്ടിട്ട് അടുത്ത കാഫ് മല കണ്ട പൂങ്കാറ്റേ കാരക നീ കൊണ്ടുവന്നാട്ടെ കാരക കായ്ക്കുന്ന നാടിന്റെ മധുപൂറും കിസ്സ പറഞ്ഞാട്ടെ ആമിന കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദം പൂത്തുവിടുന്നിടുന്നു കാഫ് മല കണ്ട പൂങ്കാറ്റേ കാരക നീ കൊണ്ട് വന്നാട്ടെ കാരക കായ്ക്കുന്ന നാടിന്റെ മധുപൂർവം കിസ്സ പറഞ്ഞാട്ടെ. അടുത്ത് ഇവിടെ ഇവിടെ സ്റ്റേജ് നിങ്ങൾ അറിയില്ലേ പാട്ട്? ഞങ്ങൾ ആവേശത്ത് അതെ ഞങ്ങൾ ആവേശത്തെ ആയിപ്പോയി. ഏത് പാട്ട് പാടിലും ആരോഗ്യത്തിന് നല്ല BP കുറയും. വരും. താങ്ക് യു താങ്ക് യു. കൂടുതൽ ഇങ്ങനെ പാടിക്കാനുള്ള സമയം കിട്ടില്ല. അല്ല, കൂടുതൽ പാടുന്ന ആൾക്കാരെ പ്രാക്ക് കിട്ടും. പാടിയിരുന്നു, പക്ഷെ എന്താ തെയ്യക്കാരനായതുകൊണ്ട് നിങ്ങള് നല്ല പരിപാടിക്കൊക്കെ പ്രോഗ്രാമിന് പോകണം അല്ലേ? ചെണ്ടക്കാരനാണ് തെയ്യക്കാരനാണ്. അതല്ലേ? നമ്മുടെ സ്കൂളില് പിന്നെ എന്താ പറയാ കലാപരമായിട്ട് ലൗഷോർ സ്കൂളില് ഞാനാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ? പാട്ടായാലും ഇതായാലും ബാൻഡ് വാദ്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഡാൻസ്. പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ സ്കൂളിൽ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ലൗഷോർ സ്കൂൾ ഞങ്ങളെ മാനേജറാണല്ലോ ഞങ്ങളെ കൂടെ. ഇത് എന്താ വെച്ചാല് മാനേജർ ഒരു 700ഓളം കുട്ടികളെ ഒരു ഉപ്പന്റെ ഏട്ടന്മാര് അനിമാര് മൊത്തം പോകുന്ന ഒരു ടൂർ പാക്കേജ് ആണിത്. കാരണം ഒരു ഫാമിലി മൊത്തം നമ്മളെ സ്കൂളിന് വേണ്ടിയിട്ടും നമ്മളെല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ ഇറങ്ങി തിരിച്ചാണ് ഞങ്ങൾ സ്റ്റാഫുടെ കൂടെ. മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം മുനീർ സാറുണ്ട്, ഏട്ടന്മാർ 2 ആളുണ്ട്, പിന്നെ ഭാര്യയുണ്ട്, അതേപോലെ കുട്ടികളുണ്ട്. എല്ലാവരും ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ കൂടെ ഞങ്ങൾ ഒരു സ്റ്റാഫായിട്ടല്ല വരികയാണ്, ഒരു വീട്ടിലെ അംഗങ്ങളായിട്ടാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്നതാണ് ഈ ടൂർ. അപ്പോൾ ഇത് അടിച്ചു പൊളിച്ച് സന്തോഷകരമായി പോവാന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ ലൗഷോർ സ്കൂളിൽ എല്ലാവരും ഇറങ്ങി പോകുന്നത്. വളരെ ഞാൻ പാടാം മടയും ചാടാം. നിങ്ങൾ ആ ഈണത്തിന് പറ്റിയ പാട്ട് ആ കുയിലിന്റെ സ്വരം സ്വരം ഇവരെല്ലാരും മോട്ടറാക്കാണ് കേട്ടോ. ആളെല്ലാരും മോട്ടറാക്കിയിടുന്നു. രണ്ടാൾ സ്വരം എന്താണ് വീഡിയോ എടുക്കാനാ? കുയിലിന്റെ സ്വരമുള്ള നല്ല നല്ലൊരു നീലരാവിലൻ സ്നേഹവേദിയിൽ അമതോഴിയായി വാ പ്രിയമണി. ഒരിക്കലെന്നോ സൗണ്ട് കുറവാ, ഇന്ന് തോണ്ടിയാൽ മതി. അപ്പൊ ഞങ്ങൾ പാടും. മ്യൂസിക് കുറച്ചല്ല. പള്ളിയിലന്നു നമ്മളെ ഓർത്തു കണ്ണി വാർത്തു നിൽക്കുകയാണ്. ഓർമ്മയുണ്ട്. ഓർത്തു
പള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു ഇന്നലെ ചാൻസ് കൊടുട്ടാ അത് വേണ്ടത്. ഇപ്പോഴാ കഴിവ് തെളിപ്പിക്കാൻ പറ്റുള്ളൂ. നേരം നമ്മൾക്ക് പാട്ട് പാടട്ടെ. അറിയോക്കെ പള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു നിൽക്കുകയാണ് മുദ്രകല പുസ്തകത്തിൽ മായും വെച്ചുകൊണ്ട് ഇങ്ങനൊരു പാട്ടാ ഞാൻ കളിക്കാം. ഞാൻ മത്തി പൊരിച്ചാണ്. കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര മറ്റേ സബ്സ്ക്രൈബേഴ്സിന് വിട്ടിട്ട് ഞങ്ങൾ വേറെ നോക്കും. इश्क है पिया रंग जामो जो में हाथ लगा दिल बीते सारे तेरे फिक्र में रैन सारे तेरी हैर बनाऊं ऐसे दिया तेरा ഉദമംഗത്തിലാളിന്ദുവും ഗംഗയും ഉജ്ജല സർപ്പവും ശൂരവുമായി കൈലാസപർവ്വതേ വാഴുന്ന ഈശ്വര കമാരി ദേവന്റെ പുത്ര നമസ്തുതേ. ഉണ്ണികൂടമായ നന്നായി നിറയ്ക്കുവാൻ ഉണ്ണിയപ്പം തരാം പാൽപ്പഴം തരാം. ഉണ്ണികൂടമായ നന്നായി നിറയ്ക്കുവാൻ ഉണ്ണിയപ്പം തരാം പാൽപ്പഴം തരാം. കൈലാസ പർവ്വതേ വാഴുന്ന ഈശ്വര കമാരി ദേവന്റെ പുത്ര നമസ്തുതേ. കമാരി ദേവന്റെ പുത്ര നമസ്തുതേ. കമാരി ദേവന്റെ പുത്ര നമസ്തുതേ. അടിപൊളി അടിപൊളി. 324 വർഷം കൈവിടാം. 324 ക്ലാപ്പ് ചെയ്യാം. ഒരു ദിവസം അല്ല ഇപ്പൊ ചെയ്യണോ? 324 അത് വല്ലാത്ത പണിയാവൂലേ? എന്താ സംഭവിക്കുന്നത്? മുട്ടിയതിന് ശേഷം ശ്രദ്ധിച്ചോ. ആദ്യം 100 ഇങ്ങനെ 1 2 3 അല്ല ഇങ്ങനെ പിന്നെ അടുത്ത് റിവേഴ്സ് ആയിട്ട് 100 99 അത് മെമ്മറി കൂട്ടുക. അടുത്ത് പിന്നെ അടുത്ത 100 വളരെ ഫാസ്റ്റ്. 25 എന്താ സംഭവിക്കുന്നത് പറഞ്ഞാല് നമ്മുടെ ശരീരത്തില് 72,000 നാഡി ഞരമ്പുകൾ ആന്റി എന്നത് കൈയിന്റെ ഇത് അടിക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടും. പ്രഷറിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മൾ ആക്റ്റീവ് ആവും. ഭക്ഷണം കഴിച്ചിട്ടല്ലേ? കഴിച്ചാ ഞങ്ങള് ഭക്ഷണം ഇല്ല, കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകരുത്. പിന്നെ അല്ല ഭക്ഷണം അല്ല പറഞ്ഞാലോ തുടങ്ങി. റെഡി ആദ്യം 100 പിന്നെ അല്ല നിങ്ങൾ എണ്ണിയോണ്ട് ഞങ്ങൾ അങ്ങനെ കൂടെ അടിക്കും. 100 മുതൽ 1 വരെ തല തിരിച്ച് 1 മുതൽ 100 വരെ അതില്ല. എന്നിട്ട് പിന്നെ 100 മുതൽ 1 എനിക്ക് തല തിരിച്ചെണ്ണ അറിയാം. കൈ വിടണോ? 100 പഠിച്ചിട്ടുള്ളൂ. 100 അതെ അപ്പോഴും കൈ വിടണമെന്ന് പറഞ്ഞാൽ അറിയൊന്നുമില്ല. എല്ലാരും കൂടെ അപ്പൊ 1 മുതൽ 100 വരെ ആദ്യം കൊടുത്താൽ നിങ്ങൾ പാടുവാണെ വിളിക്കേണ്ടിയിരുന്നില്ല.
ഇത് രാവിലെ അല്ല നല്ല നൂറ് പ്രാവശ്യം 24 എന്നാലും കംപ്ലീറ്റ് അതിൽ ഇരുന്നിട്ട് ആ ഈ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുഖത്ത് ഫേസ് എക്സസൈസ് ഫേസ് എക്സസൈസ് തൽക്കാലം പലരും അതെ ഇയാൾക്ക് വെച്ചപ്പല്ല നമുക്ക് രാവിലെ നോക്കാതിരിക്കുന്നല്ലേ ആയിക്കോട്ടെ അയാൾ വന്നില്ലേ അപ്പൊ വിളിച്ചു 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 പറഞ്ഞു ഒരു പാട്ട് പാടാൻ ശരീരത്തിൽ ഒബ്സർവ് ചെയ്തു കണ്ണടച്ചിട്ട് ആക്റ്റീവ് എനിക്ക് എന്തോ ഒരു ഉണർവ് അല്ല ശരിയാ കുറച്ച് നമ്മള് യാത്ര ചെയ്യുന്ന സമയത്ത് കൂടുതൽ റിലാക്സ് ചെയ്താല് നമ്മുടെ ശരീരത്തിന് ഡിപ്രഷനൊക്കെ നന്നായി മാറും അല്ലേ അത് കൂടുതൽ ക്ഷീണം ഉണ്ടാവില്ല അതോടത്ത് കാലിലുണ്ട് കേട്ടോ ടച്ച് ചേർത്ത് അഞ്ഞു മതി യോഗമായിട്ട് എടുത്ത് വരും നമുക്ക് കടു പൊട്ടിക്കൂല നമ്മള് കടുവോ കടു പൊട്ടിക്കൂല കടുക് ആ കടുക് ഞാൻ നമ്മളെ കുളത്തിലേക്ക് ആ മീന് കടുക് കുത്തി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുക അപസ്മാരം ആയിരിക്കും വേണമെങ്കിൽ കളിക്കും ഞാൻ കളിക്കും കേട്ടോ ഒന്നും കണ്ടില്ലല്ലേ പാടണം കെടുക്കാനായി കെടുക്കാൻ നേരത്തെ മുഖത്ത് പൗഡർ ഇടുന്നത് മാത്രല്ല ഇവിടെ ഇപ്പൊ ഫുള്ള് ക്ഷീണായിട്ടിരിക്കുകയാണ്
കാരണം ഇപ്പോൾ ഈ രാത്രി ആയപ്പോൾ കുറേ ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് കയറിയിട്ട് AC ടിക്കറ്റാണ് ഞങ്ങൾ സീറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുക. അതിനിടയിൽ വേറെ ഒരു ഹിന്ദി പെണ്ണ് കയറിയിട്ട് ഞങ്ങളോട് പറയാണ് എന്താ സീറ്റ് വേണ്ട ഞങ്ങൾക്ക് എടുക്കാനാണ് പറഞ്ഞത്, ഞാനിവിടെ ഇരുന്നുണ്ട്. എന്താ ചെയ്യുക, ഇതാണിപ്പോൾ ഒരു AC ട്രെയിനിൻ്റെ അവസ്ഥയാണ് പറയുമ്പോൾ. പ്രൈവറ്റാക്കി ബുക്ക് ചെയ്താണ് ഓരോരുത്തർ സീറ്റ് ബുക്ക് ചെയ്ത്. ഇവർ പൈസ ഒക്കെ കൊടുത്ത് അതിനെ TTR വേറെ ആൾക്ക് മറിച്ച് വെക്കുക. ഇവർ രണ്ടുപേരും സീറ്റിന് പൈസ കൊടുത്ത് നോക്കുമ്പോൾ അവർക്ക് സീറ്റിന് വേറെ പൈസ എക്സ്ട്രാ കൊടുത്ത് നോക്കുമ്പോഴും അവർ തരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായി. ഇന്നലെ ഇതന്നെ. എന്നിട്ട് ഇന്നൊരു 12 മണി ആകുമ്പോൾ സെറ്റാക്കാൻ പറഞ്ഞതായിരുന്നു. അത് സെറ്റായിട്ടില്ല. പിന്നെ ഇതാ ഇയാളാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഇരിക്കണം, കിടന്നിറങ്ങിക്കോ, ഞാനിവിടെ ഇരുന്നോണ്ടിരുന്ന ഇയാൾ. ഇപ്പോൾ TTRൻ്റെ ചീത്ത കേട്ട് എന്നിട്ടും പുറത്ത് പോകാണ്ടിരിക്കുകയാണ്. കാശ് ഞങ്ങളൊരു തല്ലോടാണ്. ഞങ്ങൾ കള്ളനാ പറഞ്ഞു, ഞങ്ങൾ കള്ളനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് നിൽക്കണ്. അമ്മ നോക്കി ഇനി ഇവിടെ എത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷൻ എടുക്കുക. ഈ വീഡിയോ ഇയാളാ പറയാന് ആള് വീഡിയോ എടുക്കണം നോക്കി. അതിന് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കണെന്ന്. എനിക്കാരപ്പം എടുത്തിട്ട് പോകും. എന്തേ ഇതൊക്കെ വീഡിയോ എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഞമ്മക്ക് ഇതിൽ പറഞ്ഞാൽ ഞാൻ കാട്ടി കൊടുക്കണ്ടേ. അങ്ങനെ പറയണോ?